എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷിംഗ് സ്പൂൺ ഉണ്ടാക്കുകയാണ്. നമ്മൾ വാളയ്ക്ക് വേണ്ടിയുള്ള ഫിഷിംഗ് സ്പൂൺ, ഹാൻഡ് മെയ്ഡ് ഫിഷിംഗ് സ്പൂണാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ സ്പൂണ് വെളിയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത്. സ്പൂൺ മേടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഏറ്റവും വെയിറ്റുള്ള സ്പൂണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം വെയിറ്റ് കൂടുന്നതനുസരിച്ച് ദൂരം കൂടുതൽ നമുക്ക് പോകും. ചെറുതായാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ഉപയോഗിക്കാനാണ്. ചെറുതാകുമ്പോൾ അധികം ദൂരം പോകില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിഷിംഗ് സ്പൂണിന് നമ്മൾ ഒരു സ്പൂണായിരുന്നു. ഈ സ്പൂണിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം 2 ഹോളിട്ട്, മുകളിലും താഴെയുമായിട്ട് 2 ഹോളിട്ടു. അതിനുശേഷം ഇത് റിങ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. നമ്മൾ ഫിഷിംഗ് സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നമുക്കിത് അവൈലബിളാണ്. റോഡും റീലും ഒക്കെ ഉള്ള കടകളിലൊക്കെ ഇത് ഇഷ്ടംപോലെ നമുക്ക് അവൈലബിൾ ആണ്. ഒരെണ്ണത്തിന് 50 പൈസ, 1 രൂപയൊക്കെ ഉള്ളൂ. നമുക്കിവിടെ 1 രൂപയ്ക്കൊക്കെ നമുക്കിതിപ്പോൾ കിട്ടുന്നതാണ്. അതുകൂടാതെ ഇത് ഒരു വേറെ സാധനമാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അകത്തും പുറത്തും ലോക്ക് ആയതുകൊണ്ട് ഈ റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ റൗണ്ട് പോർഷൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ വലിക്കുന്ന സമയത്ത് ഈ സ്പൂൺ ഇങ്ങനെ റൗണ്ടിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മീൻ ആണെന്നോർത്ത് ഇത് വന്ന് വാള പെട്ടെന്ന് അടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഏറ്റവും തുമ്പത്താണിത്, ഏറ്റവും മേൽഭാഗത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് കറങ്ങുന്നതായതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗപ്രദമായ ഒരു സാധനമാണിത്. ഇത് നമ്മളൊരു പൗഡർ ടിന്നിൻ്റെ സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതൊരു ഫിഷിൻ്റെ ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ഇത് വലിക്കുന്ന സമയത്ത് ഇത് കിടന്ന് കറങ്ങുമ്പോഴത്തേന് വാള പെട്ടെന്ന് അടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ്. റെഡ് തന്നെ വേണമെന്നില്ല, റെഡ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലത്. പിന്നെ ഏറ്റവും അവസാനം മുപ്പല്ലി ചൂണ്ട. ഇത് നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ആണ്. ഇത് പല കമ്പനിയുടെ ഉണ്ട്. ഇത് ഏകദേശം 25 രൂപയോളം വരുന്ന ഫിഷിംഗ് ഹൂക്കാണ്. ഇനി നമുക്കിത് ഘടിപ്പിക്കാം. വളരെ സിമ്പിളാണിത്. നമുക്ക് കാശ് കൊടുത്ത് 200-300 രൂപ കൊടുത്തൊന്നും കമ്പനി സാധനം മേടിക്കേണ്ട കാര്യമില്ല. നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഈ സ്പൂണ് ഈ ഒരു ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനടിഭാഗം ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്നും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടും. അതല്ല, ഈ ഒരു ഷേപ്പാണ്, അതായത് ഇപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകും. ഇത് ലോങ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്, ഇത് ഇച്ചിരി കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഓവൽ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം ഈ ഒരു ഓവൽ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പൗഡർ ടിന്നിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു ഷേപ്പിലുള്ള സാധനം നമുക്കിതിലേക്ക് ഹുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളത് ഹുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്തുള്ള ഇത് ഹുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ മേൽഭാഗം നമ്മൾ ഹുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമാണ് നമ്മൾ ഈ ചൂണ്ട ഇതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചൂണ്ട ആഡ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് ആയിട്ടും. കാരണം ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കൈ തട്ടി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈയെ കുത്തിക്കയറാൻ സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകണം. അതിനൊന്നും ആവശ്യമില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഏറ്റവും അവസാനം നമ്മൾ ഈ ചൂണ്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്പൂൺ റെഡി ആയിട്ടുണ്ട്. വലിയ കാശ് മുടക്കി പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതിന് 100% റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം.
ഇതുപോലുള്ള പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്നിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇതിനു മുമ്പ് നമുക്ക് സ്പൈഡർ ഹൂക്ക് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായും കണ്ടു നോക്കുക. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.